എല്ലാവർക്കും ഇസൈവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു മോര് കാച്ചിയതാണ്. അപ്പോൾ നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ഉണ്ടാക്കിയാലും നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യും. ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കറിവേപ്പില, ഒരു സവാള രണ്ടായി മുറിച്ചത്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞുണ്ട് വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം. ഇതിപ്പോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. ഓൾറെഡി ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെ വീട്ടിൽ തൈര് ഉണ്ടാക്കാം എന്നുള്ളത്. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഉലുവ ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക്, 2 വറ്റൽമുളകാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് 4ആക്കി കീറിയത്, അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മോര് കറിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, സിമ്പിളാണ്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇട്ടുന്നേ ഉള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു കൈക്കണക്കിനാണ് ഇടുന്നത്. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത്ര നേരം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലോ ആക്കി നമുക്ക് തൈരിട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങോട്ട് തിളപ്പിച്ചൊന്നും കളയരുത്, പിരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. കളറൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട, കറക്റ്റ് ആവശ്യത്തിനുള്ള ചെറിയ യെല്ലോ കളറാണ്. ഇപ്പോൾ ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല കളറൊക്കെ ആയിട്ട് തോന്നും. കറക്റ്റ് ആവശ്യത്തിനുള്ള യെല്ലോ കളർ തന്നെയാണ്, മോര് കറിയുടെ ആ കളർ തന്നെയാണ്. ഇപ്പൊ തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.